ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളൊരു പി എഫ് അക്കൗണ്ട് ഉടമ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പി എഫ് അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മുടെ പി എഫ് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും എമൗണ്ട് കൃത്യമായി വരുന്നുണ്ടോ, ഏതെങ്കിലും മാസത്തെ എമൗണ്ട് ക്രെഡിറ്റ് ആകാത്തതുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പി എഫ് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും നമ്മുടെ സാലറിയിൽ നിന്നും 12% തുക നമ്മൾ അടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുടമയും തുല്യമായ എമൗണ്ട് പി എഫ് അക്കൗണ്ടിലേക്ക് അടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഈ എമൗണ്ട് കൃത്യമായി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പി എഫ് അക്കൗണ്ട് പാസ്ബുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ അവരുടെ പി എഫ് അക്കൗണ്ട് ബാലൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, പാസ്ബുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പി എഫ് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ EPF പാസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ നമുക്ക് ഇതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം EPFO മെമ്പർ പാസ്ബുക്ക് എന്നുള്ളത്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ പാസ്ബുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജാണിത്. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവിടെയുള്ള UAN എന്നുള്ള ഭാഗത്ത് നമ്മുടെ UAN നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാസ്വേഡ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ ആ ഒരു കോഡ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്ക OTP കോഡ് നമുക്ക് SMS ആയിട്ട് ലഭിക്കും. ആ ഒരു OTP കോഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടൺ നമുക്ക് ആക്റ്റീവായി വന്നിട്ടുണ്ടായിരിക്കും. ആ വെരിഫൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ പാസ്ബുക്ക് പേജ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ആ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പാസ്ബുക്കിൻ്റെ ആ ഒരു ഹോം പേജ് നമുക്ക് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മെയിൻ പേജിൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. ഇവിടെ EPF കോൺട്രിബ്യൂഷൻ സമ്മറി എന്നുള്ളത് കാണാം. അതിൽ താഴെയായിട്ട് ടോട്ടൽ അവൈലബിൾ ബാലൻസ് എന്നുള്ളത് കാണാം. അപ്പോൾ അതിൽ നമുക്ക് ഇനി ഇപ്പോൾ എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത്, ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാം. അതിന് താഴെയായിട്ട് എംപ്ലോയി ഷെയർ അവൈലബിൾ എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണാം. അതിന് താഴെയായിട്ട് എംപ്ലോയർ ഷെയർ എത്രയാണോ അവൈലബിൾ എന്നുള്ള എമൗണ്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ പി എഫ് അക്കൗണ്ടിൽ എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത് എന്നുള്ളത് സമ്മറി മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫുൾ ഡീറ്റെയിൽ കാണുന്നതിന് വേണ്ടി പാസ്ബുക്ക് എന്നുള്ള ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിൽ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഓപ്ഷനിൽ പാസ്ബുക്ക് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പാസ്ബുക്കിൻ്റെ പേജ് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മുകൾ ഭാഗത്ത് സെലക്ട് മെമ്പർ ID എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ മെമ്പർ ID നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പനികൾ വർക്ക് ചെയ്തവരാണെങ്കിൽ, അതായത് 2-3 കമ്പനികളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ 3 മെമ്പർ ID അല്ലെങ്കിൽ 2 മെമ്പർ ID ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏത് മെമ്പർ ID ആണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു മെമ്പർ IDയുടെ പാസ്ബുക്ക് ആയിരിക്കും നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് മെമ്പർ ID ആണോ ലാസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കേസിലൂടെ മെമ്പർ ID ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നോക്കാം. ടോട്ടൽ ബാലൻസ് എന്നുള്ളതാണ് ഒന്നാമത്തെ. അവിടെ നമ്മുടെ ടോട്ടൽ അവൈലബിൾ ബാലൻസ് ആണ് കാണിക്കുന്നത്. അതിനടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ബാലൻസ് എന്നുള്ളതുണ്ട്. അതിലുള്ള ബാലൻസ് അവിടെ കാണിക്കും. അടുത്തായിട്ട് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്നുണ്ട്. എംപ്ലോയി കോൺട്രിബ്യൂഷനിൽ വന്നുള്ള ടോട്ടൽ ബാലൻസ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അതിനടുത്തായിട്ട് വരുന്നത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അതിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷനിലുള്ള ടോട്ടൽ ബാലൻസ് നമുക്ക് അവിടെ കാണാം. അതിനടുത്തായിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ട്. നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ള എമൗണ്ട് ആണ് അവിടെ കാണിക്കുന്നത്. അതിനടുത്തായി വന്നുള്ള ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അതിൽ ട്രാൻസ്ഫർ ചെയ്ത് വന്നുള്ള എമൗണ്ട് നമുക്ക് അവിടെ കാണാം. അതിനടുത്ത് വരുന്നത് ടോട്ടൽ PF വിഡ്രോവൽ എന്നുള്ളതാണ്. അതിൽ വരുന്നത് നമ്മുടെ PF അക്കൗണ്ടിൽ നിന്നും നമ്മൾ ഇതുവരെയായിട്ട് ടോട്ടൽ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ള എമൗണ്ടാണ് അവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ പാസ്ബുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ പാസ്ബുക്ക് ഇയർ വൈസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇടതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് കാണാം. നമ്മുടെ PF അക്കൗണ്ടിൽ ഉണ്ടായിട്ടുള്ള വർഷങ്ങൾ നമുക്ക് ഓരോന്നും കാണാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് വർഷത്തെ പാസ്ബുക്കാണോ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ പാസ്ബുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ അതിൽ നിന്നൊരു വർഷം സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു വർഷത്തെ പാസ്ബുക്ക് ഇവിടെ ഓപ്പണായി വന്നു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു വർഷത്തെ പാസ്ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ പാസ്ബുക്ക് നമുക്കിവിടെ ഓപ്പണായി വരും. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരിക്കുന്നത് നമ്മൾ പ്രസൻറ്റ് ഇയറിലെ പാസ്ബുക്ക് ആയിരിക്കും അവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ഇയറിലെ പാസ്ബുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് നമുക്ക് കാണാം വേജ് മന്ത് എന്നുള്ളതിൽ നമ്മുടെ സാലറി മാസം, അതായത് ഏപ്രിൽ 2024 മെയ് 2024 നേരെ കാണാം. അപ്പോൾ ആ കോളത്തിന് നേരെയുള്ള കോളങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ EPF വേജ് അതുപോലെ തന്നെ എംപ്ലോയി ഷെയർ, എംപ്ലോയർ ഷെയർ എന്നുള്ളതിൽ നമ്മുടെ അടവ് വന്നിട്ടുള്ള എമൗണ്ട് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസാക്ഷൻ ഡേറ്റ് എന്നുള്ളതിൽ ആ ട്രാൻസാക്ഷൻ ഡേറ്റും നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ഏത് മാസത്തിലാണോ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതുവരെയുള്ള എമൗണ്ട് ക്രെഡിറ്റ് ആയതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക.
ഇനി നമുക്ക് ഈ ഒരു പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഡൗൺലോഡ് ആസ് PDF എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഡൗൺലോഡ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പാസ്ബുക്ക് ഡൗൺലോഡ് ആയത് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. EPF അക്കൗണ്ടിൽ ബാലൻസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.